ആരാടാ നീ? ഇവിടെ നീ എന്തെടുക്കാണ്? ഇങ്ങോട്ട് ആർക്കും വരാനുള്ള അനുവാദം ഇല്ലെന്ന് നിനക്കൊന്നും അറിയില്ലടാ. ഞാനൊരു റൈറ്ററാണ്. കിങ്ങിന്റെ ബയോപിക് എഴുതാണ്. പച്ച കള്ളം. റൈറ്റർ ഇവിടെ ഞാനാണ്. കിങ്ങിന്റെ ബയോപിക് ഇവിടെ ഞാനാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിൽക്ക്, ഇപ്പൊ തന്നെ ഞാൻ കിങ്ങിനെ ഇൻഫോം ചെയ്യട്ടെ. സോറി, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എടാ കൊച്ചനെ, ഇത്രയും ചെറിയ മാജിക് വെച്ച് എന്നെ എന്ത് ചെയ്യാനാ? അയ്യോ, എന്റെ വയറ്റിനകത്ത് എലി ഓടുന്നത് പോലെ ഉണ്ടല്ലോ. അതോ ഇക്ലിയാവോടോ? എനിക്ക് ഇക്ലിയാകുന്നു. അയ്യോ, ഇക്ലിയാകുന്നേ. ഈ എലികളൊന്ന് തടഞ്ഞു നിർത്ത്. എനിക്ക് ഇക്ലിയാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂച്ചയൊക്കെ പറഞ്ഞേക്ക്, എന്നെ സഹായിക്ക്. ആ ബുക്ക് എടുത്തോണ്ട് പോകരുത്. മൈറ വെറും രംഗില, ദാ കണ്ടില്ലേ, ബുക്ക് കിട്ടിക്കഴിഞ്ഞു. ബുക്ക് കിട്ടിയാലും ഇത് മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ള സമയം നമുക്കില്ല. ഇതിന്റെ അകത്തുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ അബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നീ എങ്ങനെയാ ചെയ്യാൻ പോകുന്ന രുദ്ര? ബുക്ക് ഓൾമോസ്റ്റ് അവന്റെ മൈൻഡിന്റെ അകത്ത് പോയി കഴിഞ്ഞു. ഇനി കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി കഴിഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തത് ചീറ്റിംഗാ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോ 100 വരെ എണ്ണണം. അറിയില്ലേ? നിങ്ങളിൽ ആരെങ്കിലും 100 വരെ എണ്ണിയോ? ഇല്ല. അതുകൊണ്ട് എന്നാ ശരി, നമുക്ക് വീണ്ടും കളിക്കാം. 100 വരെ എണ്ണ, പതുങ്ങിയിരിക്കാം. പിന്നെ നിങ്ങൾ തേടി കണ്ടെത്തിയാൽ ഞങ്ങളെ വോൾഫ് ടീമിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോ. എണ്ണാൻ തുടങ്ങ്. നിങ്ങൾക്ക് എണ്ണാൻ അറിയാലോ അല്ലേ? അല്ല, അത് പിന്നെ അറിയാം. 1 2 3 4 5 6 7 8 പിന്നെന്താണ്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇത് മൈറയുടെ ഒരു ടെക്നിക്കാ. വാ, ഓടാം. എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? കണ്ണടച്ചു നിന്ന് നിങ്ങൾ എന്താ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? സാർ, അത് ഹൈഡ് ആൻഡ് സീക്കിൽ ആദ്യം നമ്പർ എണ്ണേണ്ടതല്ലേ സാർ? എന്നിട്ടല്ലേ തേടി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് ആ പെണ്ണ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോടാ. അവരൊക്കെ നിങ്ങളെ മണ്ടന്മാരാക്കി ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കാം. നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരവാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവരെന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? വോൾഫ് കിങ്ങിന്റെ മാജിക് തകർക്കാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അത് അല്പം റിസ്ക് ആണ്. നമുക്ക് മുത്തശ്ശന്റെ സഹായം ആവശ്യം വരുന്ന തോന്നുന്നത്. എല്ലാവരും എങ്ങനെയുണ്ട്? മുത്തശ്ശ, രുദ്രയ അവന്റെ ഫ്രണ്ട്സും അലക്സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാ. ദേ അത് കണ്ടോ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെന്താണ്? വോൾഫിന്റെ ഷേപ്പോ? ഇതാ വോൾഫ് കിങ്ങിന്റെ ചതിയായിരിക്കും. മുത്തശ്ശ, നിങ്ങൾ കൃത്യസമയത്തിനെത്തി. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞങ്ങൾ വോൾഫ് കിങ്ങിന്റെ പാലസിലാണ്. പറയൂ, എന്ത് സഹായമാണ് വേണ്ടത്? മുത്തശ്ശ, ഞങ്ങളുടെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. കേൾക്കൂ. ഓക്കെ രുദ്ര, ഞാനിതാ വരുന്നു. ആരാടാ നിങ്ങൾ? ഇവിടെ എന്തെടുക്കാണ്? എന്തിനാടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ആരാണെന്നുള്ളതല്ലേ പ്രധാനം. നിങ്ങളിപ്പോ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് ശരിക്കും തെറ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മൂണിനെ അപ്രത്യക്ഷമാക്കാൻ പറ്റില്ല. ആർക്കെന്നെ തടഞ്ഞു നിർത്താനാകും?
അതും നീയോ? അതെ, ഞാൻ തന്നെയാ. ഓ, ഉവ്വ്. ഉവ്വ്. വോൾഫ് കിങ്, നിങ്ങൾക്ക് സ്വയം വലിയൊരു കിങ് ആണെന്ന് വിചാരമുണ്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തോൽപ്പിച്ച് കാണിക്ക. ഇവന്മാര് വിടാതെ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ. ഓ, സ്റ്റോപ്പ്. സുഹൃത്തുക്കളെ, ശരിക്കുള്ള ഫൈറ്റ് വോൾഫ് കിങ്ങിനും രുദ്രയ്ക്കും തമ്മിലാണ്. ആര് ജയിക്കുന്നോ അവരാണ് രാജാവ്. എനിക്കാണെങ്കിൽ ഇപ്പോ ശരിക്കും വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വേഗം പറഞ്ഞോ. Zibaiska, Clouds, Colors, Creator. രുദ്ര, ഇപ്പൊ ഞാൻ നിന്റെ കഥ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ മാജിക്കൽ പവറിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. ഉൽഫിയുടെ മാജിക് തുടങ്ങട്ടെ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വേണ്ട, ഇതൊക്കെ ചീറ്റിംഗ് ആണ്.
നിങ്ങൾ രണ്ടുപേരും എന്നെ തോൽപ്പിച്ചിട്ട് എന്റെ മാജിക്കൽ പവേഴ്സ് വെച്ച് തന്നെ എന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. രുദ്രയുടെ കയ്യിൽ വേറൊരു വഴിയുമില്ലായിരുന്നു വോൾഫ് കിങ്. എന്നെ മനസ്സിലായോ? ഞാനാണ് ജയ്സിംഗ്. കോളേജ് ഡേയ്സിൽ നമ്മൾ രണ്ടാളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഓർമ്മയുണ്ടോ? ജയ്സിംഗ്, നീയോ? നീ ഇവിടെ എന്തെടുക്കാണ്? അതെ, ഞാൻ തന്നെ. രുദ്ര എന്റെ ഗ്രാൻഡ് സൺ ആണ്. നീ മൂണിനെ സോളോ ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. അതുകൊണ്ട് അവൻ മൂണിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവൻ നിന്റെ ഗ്രാൻഡ് സൺ ആണോ? നിന്നെ പോലെ തന്നെ ധീരനും വീരനുമാണ്, അതുപോലെ ബുദ്ധിമാനുമാണ്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉൾഫീന, നീ എവിടെയാ ഉള്ളത്? പുറത്തേക്ക് വാ. ഇതിനെല്ലാം കാരണം ഇവൾ ഒരുത്തിയാണ്. ഇവളുടെ ബർത്ത്ഡേക്ക് മൂണിൽ പാലസ് വേണമെന്ന് പറഞ്ഞു. ഷെടാ ജേസൻജി, നിങ്ങളോ? നിങ്ങൾ ഇദ്ദേഹം പറയുന്നതൊന്നും വിശ്വസിക്കരുത്. ഞാൻ തമാശക്ക് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ. ഇദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അത് ശരി, ഇപ്പൊ ഞാനാണ് കുറ്റവാളി. അപ്പൊ നീ എന്തിനാ നിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്? ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടുപേരും ഇനി വഴക്കുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ചില വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതല്ലേ. ലെറ്റ്സ് പാർട്ടി.